ലഞ്ചിന് എന്ത് വെക്കണം എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ കൊഴുവേനെ കണ്ടത്. അങ്ങനെയാണെങ്കിൽ ചോറും കൊഴുവ ഫ്രൈ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എനിക്കെന്തോ കൊഴുവേനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഇന്ന് കിച്ചൺ മൊത്തത്തില് ഇച്ചായൻ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി കിച്ചണിന്റെ ഭാഗത്തേക്ക് നമ്മൾ നോക്കേ വേണ്ട. ഇവിടെ ഫ്രഷ് കൊഴുവൊന്നും കിട്ടില്ല. ഒരു പാക്കറ്റിലാക്കിയിട്ട് ഫ്രീസ് ചെയ്തിട്ടാണ് കൊഴുവ വരുന്നത്. പാകം ചെയ്യാനുള്ള രീതിയിൽ തന്നെയായിട്ട് മാറും കേട്ടോ. പെട്ടെന്ന് തന്നെ അതിന്റെ പീസൊക്കെ മാറി കിട്ടും. കൊഴുവ എനിക്ക് കുറച്ചുകൂടി ഫ്രൈ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. ഞങ്ങളുടെ വീട്ടില് അമ്മച്ചി കൊഴുവ പീര വറ്റിച്ചത് വെക്കുമായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റാ, ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട്. അതേപോലെയൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അതിനുള്ള തേങ്ങയും അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇവിടെ കിട്ടില്ല. ഇവിടെ കിട്ടുന്നത് വെച്ച് നമ്മൾ ഉണ്ടാക്കാം. ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ ഇച്ചൻ എനിക്ക് കൊഴുവയുടെ ഒരു ഫ്രൈ പോലൊരു സംഭവം ഉണ്ടാക്കി തന്നു. ഞാനും ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് ഇട്ടായിരുന്നു. ആ രീതിയിലാണ് ഇപ്പൊ ഉണ്ടാക്കാൻ പോണത്. കൊഴുവ നന്നാക്കാനായിട്ട് കുറച്ച് പാടാണ്. പക്ഷെ ഇച്ചായ വലിയ കത്തിയൊക്കെ വെച്ചിട്ടാണ് കൊഴുവ നന്നാക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയ കത്തി വെച്ച് അതും കുഞ്ഞിക്കൊഴുവേനെ നന്നാക്കുന്നത് കാണുന്നത്. ഓ മൈ ഗോഡ്, ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല നന്നാക്കേണ്ടതെന്ന്. പക്ഷെ ആൾക്ക് അത്ര തൃപ്തി വരുന്നില്ല. പാവം, എങ്ങനെയെങ്കിലും നന്നാക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഞാനാണെങ്കിൽ ഇച്ചായൻ 2-3 നന്നാക്കുമ്പോഴേക്കും ഞാനൊരു 10-15 നന്നാക്കി കഴിയും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. പക്ഷെ ഇച്ചായന് തൃപ്തി വരുന്നെങ്കിൽ ഇച്ചായന്റെ രീതി തന്നെ നന്നാക്കണം. എന്നാലാണ് ഇച്ചാനൊരു തൃപ്തി വരത്തുള്ളൂ. എന്തായാലും പാവല്ലേ, ഞാൻ അതിനെ സഹായിക്കാന്ന് വിചാരിച്ചു. ഇനി എന്തായാലും പെട്ടെന്ന് തന്നെ കൊഴുവ ഫ്രൈ കഴിക്കാലോ, അത് മാത്രമായിരുന്നു എന്റെ മനസ്സില്. എന്തായാലും കൊഴുവ നന്നാക്കി കഴിഞ്ഞു. ഇനി കൊഴുവയുടെ കൂട്ടാണ്. അതിന് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇച്ചിരി വിനാഗിരി, ഉപ്പ്, ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ കുറച്ച് നേരം, ഒരു 15-20 മിനിറ്റെങ്കിലും നമ്മൾ റെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വെക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ഈ ഒരു സമയം കൊണ്ട് കഞ്ഞി നമുക്കൊന്ന് ഊറ്റാം. കഞ്ഞി കുളമായോ എന്തോ. 15 മിനിറ്റ് കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കരിവേപ്പിലയും പൊട്ടിച്ച ശേഷം നമ്മുടെ ഈ കൊഴുവ ഇടുക. ഏകദേശം റെഡിയായി കഴിഞ്ഞു. കൊഴുവയുണ്ട്, കുറച്ച് അത്തൂണും ഉണ്ട്. അത്തൂണും കൊഴുവയും കൂടി ഞാനൊന്നൊരു പിടി പിടിക്കട്ടെ. ഒരു രക്ഷയില്ല, അപാര ടേസ്റ്റ്. ഇന്നത്തെ മിനി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. അടുത്ത വ്ലോഗിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.